ഒരുപാട് വീടുകളിൽ അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല സാറേ എന്ന് പറയുന്ന വീടുകൾ ഒരുപാടുണ്ട്. കാരണം ഒന്നുകിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കായിരിക്കും. അതിൽ ഭാര്യയുടെ കയ്യിലാണോ തെറ്റ്, ഭർത്താവിൻ്റെ കയ്യിലാണോ തെറ്റ് എന്നുള്ളതല്ല നമ്മുടെ വിഷയം. വാസ്തുപ്രകാരം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഉറപ്പായിട്ടും വരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോ പ്രകാരം ഏതൊരു വീടിൻ്റെയും തെക്കു പടിഞ്ഞാറ് ദിക്കെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യവും പരസ്പര സ്നേഹത്തിൻ്റെയും ദിക്കായിട്ട് ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നു. അപ്പോൾ ഈ ദിക്കിൽ നമ്മൾ നടത്തുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനവും ഇവരുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കാം. അത് പോസിറ്റീവായിട്ടും ബാധിക്കാം, നെഗറ്റീവായിട്ടും ബാധിക്കാം. കന്നിമൂലയെ വികലമാക്കിക്കൊണ്ട് നമ്മൾ ആ ഭാഗത്ത് നിർമ്മിതി ചെയ്യുകയോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് നമ്മളൊരു സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ ചെയ്യുകയോ അതല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് നമ്മളൊരു ടോയ്ലറ്റ് പണിയുകയോ, അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീടുകളിൽ നമ്മൾ പോകുമ്പോഴും ഇപ്പോൾ ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എടുത്ത് വീടിനെ കറക്റ്റ് 9 തിരിച്ചിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം എടുത്തു. തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയുന്ന അവിടെ നിന്ന് ഒരു 2-3 അടി വിട്ടിട്ട് ടോയ്ലറ്റ് പണിഞ്ഞാക്കുന്ന ഒരുപാട് വീടുകൾ നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്താ കന്നിമൂലയിൽ കൊണ്ടുപോയി ടോയ്ലറ്റ് വെച്ചിരിക്കുന്ന? അല്ലല്ലോ, കന്നിമൂലയിലല്ലല്ലോ ടോയ്ലറ്റ്. ഇവിടെ നിന്നുണ്ട് 3 അടി മാറിയിട്ടാണ് ടോയ്ലറ്റ് ഇരിക്കുന്നത്. അപ്പോൾ കന്നിമൂലയിലല്ല. 99% ആൾക്കാരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ഈ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കറക്റ്റ് മൂലയിൽ, അതായത് തെക്കും പടിഞ്ഞാറും കൂടെ വന്നു ചേരുന്ന ആ എൽ ഷേപ്പിലുള്ള ആ കോണാണ് കന്നിമൂല എന്നുള്ളതാണ് ഇവിടെ ധാരണ. ആ മൂല തന്നെയാണ് കന്നിമൂല. ഇവിടെ ധാരണ എന്നല്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ആ ഒരു ഭാഗം കൊണ്ട് അത് തീരത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്ക് കിട്ടും. അതിൽ ആ വീടിന്റെ സൈസ് അനുസരിച്ച് 45 ഡിഗ്രി, അതായത് മൊത്തത്തിൽ എത്ര ഡിഗ്രിയാണ് ഒരു വീടുള്ളത്? 360 ഡിഗ്രിയാണ് ഒരു കോമ്പസ് ഉള്ളത്. അതായത് മൊത്തം കോമ്പസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമുക്ക് എത്ര ദിക്കുണ്ട്? 8 ദിക്ക്. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും. ആ വീടിനെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ ആ സെൻട്രലത്തെ ഭാഗം വിട്ടിട്ട് ബാക്കി വരുന്ന 360 ഡിഗ്രിയിൽ 8 ഭാഗം നമുക്ക് എന്ത് കിട്ടും? ഈ ദിക്ക് കിട്ടും. അപ്പോൾ ആ കന്നിമൂല പറയുന്ന ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഇരുന്നാൽ ആ വീട്ടിൽ വാസ്തുപ്രകാരം ഫെങ്ഷു പ്രകാരം എന്തൊക്കെ ദോഷങ്ങൾ വരുന്നോ അതേ ദോഷങ്ങൾ ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെ ഇരുന്നാലും അവിടെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? ഈ 45 ഡിഗ്രിക്ക് അകത്താണോ പുറത്താണോ ഈ ടോയ്ലറ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തെ അത് സാരമായും ബാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ 2, 3, 4 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 45 ഡിഗ്രികളെ പരിഗണിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ വീടിനെ കറക്റ്റ് 8 തിരിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ദിക്കും എവിടം മുതൽ എവിടം വരെ ഉണ്ട് ആ 45 ഡിഗ്രി എന്ന് പറയുന്ന സ്ഥലത്ത് 3 കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ 45 ഡിഗ്രിക്കകത്തുള്ള തെക്ക് പടിഞ്ഞാറിനകത്ത് നിങ്ങളുടെ ടോയ്ലറ്റ് വരാൻ പാടില്ല. ഒന്ന്, 45 ഡിഗ്രി എന്ന് പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ ടോയ്ലറ്റ് വരാൻ പാടില്ല. ഒന്ന്, 45 ഡിഗ്രി എന്ന് പറയുന്ന തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ ടോയ്ലറ്റ് വരാൻ പാടില്ല. ഈ 3 ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ ഉറപ്പായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുപോകും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ വെച്ചുപോയ വീടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷി മാസ്റ്ററെ വിളിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റെമഡികൾ ചെയ്ത് നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളെ പരമാവധി ഒഴിവാക്കാനായിട്ട് 5 എലമെന്റ് പഗോഡ നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് അനിമൽ കാർഡാണ്. ഈസ്റ്റ് ഡ്രാഗൺ, സൗത്ത് ഫീനിക്സ്, വെസ്റ്റ് വൈറ്റ് ടൈഗർ, നോർത്ത് ടോർട്ടോയിസ്. വീടിന്റെ 4 മഹാദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു. ദോഷങ്ങൾ മാറ്റാനായിട്ട് ഫെങ്ഷുയി നല്ലൊരു ടൂളായി ഇതിന് ഉപയോഗിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.